ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സീരീസിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐ ഷാഡോ ഇടുക എന്നുള്ളതാണ്. എനിക്കറിയാം എല്ലാവരുടെ കയ്യിലൊന്നും ഐ ഷാഡോ ഭയങ്കര വലിയ മേക്കപ്പ് റെവല്യൂഷൻ്റെയോ എല്ലാത്തിൻ്റെ ഒന്നും ഐ ഷാഡോ പാലറ്റ്സ് ഉണ്ടായിരുന്നു വരില്ല. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആരുടെയും ഒരു തേങ്ങ ഉണ്ടാവില്ല, അറിയാം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ഐ ഷാഡോസ് മതി, നിങ്ങൾക്കൊരു നല്ല അടിപൊളി ചിക് ചാക്ക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്ലസ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ടിപ്സും കൂടി ഞാൻ ഇടയിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ ഐ എം ശില്പ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടാം. ഓൾ എന്നുള്ള ഓപ്ഷൻ ഇട്ടാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ എത്താനായിട്ട് പറ്റുള്ളൂ. കാരണം കുറേ പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് വീഡിയോസ് എത്തുന്നില്ല എന്ന്. അപ്പോൾ ഇതാണ് കാര്യം, നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടുക. അതുപോലെ തന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഞാനിവിടെ ബ്യൂട്ടി കോണ്ടന്റ് എല്ലാവിധ കച്ചറപ്പിച്ചറൊക്കെ ഇടുന്നുണ്ട്. കച്ചറപ്പിച്ചർ ഇൻ സെൻസ് ഞാൻ എന്താണോ അതാണ് ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഈ ചാനലിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഉണ്ടെങ്കിൽ പോയി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കൂടുതൽ ലൈഫ് അപ്ഡേറ്റ്സും ഗിവ് അവേയും കാര്യങ്ങളും എല്ലാം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് എന്താണ് വീഡിയോ നോക്കാം. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ മുകളിൽ ഐക്കാർട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഞാൻ താഴെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം, അല്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കോളൂ. എൻ്റെ കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. കോണ്ടോറിങ്ങിൻ്റെയും ഐ ഷാഡോയും ഐലൈനറും. ഇനി അടുത്തത് ഐലൈനറാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഇത്തിരി കോണ്ടോർ മാത്രമാണ് എടുക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ലിപ്സ്റ്റിക്സ് വെച്ചിട്ട് നമ്മുടെ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം പ്രൈമർ ഇടാണ്. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ബേസ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്, പ്രൈമർ ഇട്ടുണ്ട്. ഇനി കൺസീലർ ഇടാൻ പോവാണ് ഞാൻ. അപ്പോൾ കൺസീലറിന് വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഫോട്ടോ ഫോക്കസ് കാണുന്നുണ്ടോ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഫോട്ടോ ഫോക്കസ് കൺസീലറാണ് കേട്ടോ. ഒരു നല്ല ഷെയ്ഡാണ്, ഗോൾഡൻ മീഡിയം ടു ആനി. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം. സോ അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് നമുക്ക് നോക്കട്ടോ. ഇത്തിരി എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മോൾ പോർഷനിൽ മാത്രം, ദാറ്റ് മീൻസ് ക്രീസ് ടു ലിഡ് എന്നൊക്കെ പറയാം, അവിടെ വരെ അപ്ലൈ ചെയ്യുമ്പോൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടോ? ഇനി ലൈറ്റർ ഷെയ്ഡ് ഇട്ടാൽ കുറച്ചും കൂടെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളൊരു സംഭവം വേണ്ട. ഇനി അതെല്ലാം ഫൗണ്ടേഷൻ ഉള്ളെങ്കിൽ ഫൗണ്ടേഷൻ ഇടാട്ടോ, നോ പ്രോബ്ലം. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഷെയ്ഡ്സ് കുറച്ചും കൂടെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറച്ച് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. വ്യത്യാസം കണ്ടോ? അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ലിപ്സ്റ്റിക് കൊണ്ട് ഐ ഷാഡോ നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു IGTV വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചത് എന്താണ് പരിപാടി, ഇതെന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുതരാൻ വന്നത്. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ലാക്മയുടെ ഈ 9 to 5 ഒരു ഷെയ്ഡാണ്. ഇതൊരു ഓറഞ്ചിക്ക് തോന്നുന്നു ചോക്കോ ബ്രേക്ക് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ വരുന്നത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഇത്തിരി എടുക്കുകയാണ്. ഇത് ഞാൻ അധികം ലിപ്സിൽ അപ്ലൈ ചെയ്യൽ കുറവാണ്. ഇതിങ്ങനത്തെ പരിപാടിക്കൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇവിടെ തൊട്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, പൗഡറൊന്നും ഇടാണ്ട് ഇത് ഇടരുത്, കാരണം ഇത് ക്രീമാണ് കേട്ടോ, നമ്മുടെ ഐ ഷാഡോ പൗഡേഴ്സ് അല്ല. ഇത് ഉള്ളിലേക്ക് ഇടരുത്. നമ്മൾ ഈ ക്രീസിൽ മാത്രമാണ് ഈശ്വര കാണുന്നില്ലേ, ഈ ക്രീസിൽ മാത്രമാണ് ഇടുന്നത്, ഈ ഒരു പോർഷൻ്റെ കേട്ടോ. ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയും അതന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കുറച്ചും കൂടി ഇടാണ്. ഇതിപ്പം നാച്ചുറൽ ഒരു ഡെയിലി മേക്കപ്പ് ലുക്കാണെങ്കിൽ ഇത് മാത്രം മതി. വേണ്ട കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിടാം. ഇനി അതിന് ഉള്ളിലേക്ക് എടുക്കുന്നില്ല, ഇവിടേക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി വിടണേ ഉള്ളൂ, ഉള്ളിൽ കയറി ബ്ലെൻഡ് ആക്കുന്നില്ല. ഇനി ഇതേ ബ്രഷ് തന്നെ വെച്ചിട്ട് എന്താ കയ്യിലുള്ള ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ തന്നെത്താനെ അങ്ങോട്ട് ബ്ലെൻഡായി പൊക്കോളും.
ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലൈനില്ലേ, നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ മുകളൊക്കെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സി ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഉള്ള പരിപാടി ചെയ്യാൻ പോകണം. അതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി കുറച്ച് കോമ്പാക്ട് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇവിടെ ഒരു ഡെപ്ത് വന്നു. ഇനി ഈ ഡെപ്തിനെ നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പോകണം. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ ലൈറ്റ് കളർ ലിപ് ഷെയ്ഡാണ് എടുക്കാൻ പോകുന്നത്. ഇത് മെയ്ബെലിൻ്റെ ലിപ് ഗ്രേഡിയൻ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെയാണ്, നല്ല പിങ്കാണ്, ചോക്കിയാണ്. ചോക്കി എന്ന് പറഞ്ഞാൽ ചുണ്ടിലിടുമ്പോൾ അങ്ങനെ ഡ്രൈ ആയി പോകുന്നല്ല ഉദ്ദേശിച്ചത്, നല്ലൊരു ചോക്ക് മാറ്റാണത്. ഇതൊരു നല്ല ഡെയിലി വെയറബിൾ ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ ഇത് വന്നിട്ട്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ പോർഷനിൽ, കാരണം അറ്റത്തേക്ക് ഇനി ഇടില്ല, അറ്റത്തേക്ക് പണി തീർന്നു, ഇനി ഇവിടെ മാത്രമേ ഇടുള്ളൂ. ഓക്കെ, കണ്ടോ എൻ്റെ ഷെയ്ഡ് വ്യത്യാസം? ഇതേ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ലിപ്സിലൂട്ടിട്ടുള്ളത് കേട്ടോ. ട്രാൻസിഷൻ ഷെയ്ഡിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നും കൂടെ കുറച്ച് ബ്രൗൺ എടുത്തിട്ട് ആ എൻഡിലേക്കൊന്നത് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ നമുക്ക്. അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ്. ഞാൻ കുറച്ച് ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മുടെ ഈ ലിഡിൽ മാത്രം അപ്ലൈ ചെയ്യണം. ഇതാണ് നമ്മുടെ സംഭവത്തിൻ്റെ ട്രാൻസിഷൻ കൊണ്ടുവരുന്നത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ ലിവ് ചെയ്യണമെങ്കിൽ ലിവ് ചെയ്യാൻ, നോ പ്രോബ്ലം. ഇതിടുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ ആകെ മൊത്തം മാറിപ്പോവും. ഇതിങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അതിനെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് വിട്ടാൽ മതി. അധികം അങ്ങോട്ട് അതിനെ ഇതാക്കണ്ട. ഇതൊരു എസ്ക്യൂവിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതല്ല ഇതിൻ്റെ പോലത്തെ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണെങ്കിൽ ആമസോണിലോ നൈക്കയിലോ ഞാൻ ഇതിൻ്റെ ഒരു ഇതിടാം കേട്ടോ. എൻ്റെ ഫേസിന് വന്ന ചേഞ്ച് ഇതും തമ്മിൽ വെച്ച് നോക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴെയും കൂടി ഒരു ഇത്തിരി ഇതിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്, കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടും. യൂസ് ചെയ്യുന്നത് ഈ ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. ബ്രൗൺ ഒരു ഇത്തിരി എടുക്കുക. ഇത്തിരി എടുത്തിട്ട് നമ്മുടെ ഈ താഴല്ലേ, ഈ താഴെയിൽ മാത്രം അങ്ങനെ ഫുള്ള് ഇങ്ങനെ കൊണ്ടുവരുത്, ഈ ഇത്രയും വരെ മാത്രം ഇട്ടില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ അതിടാൻ വേണ്ടിയിട്ട് ഞാൻ അതും ഇട്ടു. നിങ്ങൾക്ക് എൻ്റെ ലുക്ക് കണ്ടാൽ മനസ്സിലാവും. ദ ലുക്ക് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഈ കണ്ണിൽ ചെയ്തിട്ടില്ല, ഈ കണ്ണിൽ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ. ഇനി അടുത്ത് നമ്മുടെ സീരീസ് വരുമ്പോൾ കാണാനായിട്ട് മറക്കരുത്. സോ ടിൽ ദെൻ ദിസ് ഈസ് ഷിൽപ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.